അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1263. സൂറത്തുൽ അൻഫാൽ 39 മുതൽ 41 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقاتلوهم حتى لا تكون فتنة ويكون الدين كله لله فإن انتهوا فإن الله بما يعملون بصير وإن تولوا فاعلموا أن الله مولاكم نعم المولى ونعم النصير واعلموا أنما غنمتم من شيء فأن لله خمسه وللرسول ولذي القربى واليتامى والمساكين وابن السبيل إن كنتم آمنتم بالله وما أنزلنا على عبدنا يوم الفرقان يوم التقى الجمعان والله على كل شيء قدير. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وقاتلوهم, അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. ഹത്താ ലാ തകൂന ഫിത്നത്തുൻ, കുഴപ്പം ഇല്ലാതാകും വരെ. വയകൂനദ്ദീനു കുല്ലുഹു ലില്ലാഹ്, മതം മുഴുവനും അല്ലാഹുവിനാവുകയും ചെയ്യുന്നത് വരെ യുദ്ധം ചെയ്യുക. ഫൈനിൻ തഹൗ, അവർ അവിശ്വാസത്തിൽ നിന്ന് വിരമിക്കുകയാണെങ്കിൽ ഫഇന്നല്ലാഹ ബിമാ യഅമലൂന ബസീർ, നിശ്ചയം അല്ലാഹു തആല അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനെ സംബന്ധിച്ച് അറിയുന്നവനാണ്, കണ്ടറിയുന്നവനാണ്. അർഹമായ പ്രതിഫലം അല്ലാഹു നൽകുമെന്നർത്ഥം. വൈൻ തവല്ലൗ, അവർ പിന്തിരിയുകയാണെങ്കിൽ അഥവാ അവിശ്വാസത്തിൽ തന്നെ നിലകൊള്ളുകയും ഇസ്ലാമിനെ തകർക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയുമാണെങ്കിൽ ഫഅലമൂ, നിങ്ങൾ മനസ്സിലാക്കണം, അന്നല്ലാഹ മൗലാക്കും, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിങ്ങളുടെ സംരക്ഷകൻ. നിഅമൽ മൗല, ഏറ്റവും നല്ല സംരക്ഷകനാണ് അല്ലാഹു. നിഅമൻ നസീർ, ഏറ്റവും നല്ല സഹായിയുമാണ് അല്ലാഹു. ഫഅലമൂ, നിങ്ങൾ അറിയണം, അന്നമാ ഗനിംതും മിൻ ഷൈഇൻ, നിങ്ങൾ എന്തെങ്കിലും ഒരു വസ്തു സമരാർജിത സ്വത്തായി നിങ്ങൾക്ക് ലഭിച്ചാൽ ഫഅന്ന ലില്ലാഹി, നിശ്ചയം അല്ലാഹുവിനുള്ളതാകുന്നു, ഖുമുസഹു, ആ സ്വത്തിന്റെ 1/5, വലിർ റസൂലി, റസൂലിനും ഉള്ളതാകുന്നു. വലിദിൽ ഖുർബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാർക്കും, വല്യത്താമ, അനാഥ കുട്ടികൾക്കും, വൽമസാക്കീനി, സാധുക്കൾക്കും, വബിനി സബീലി, യാത്രക്കാരായ ആളുകൾക്കും ഉള്ളതാകുന്നു അതിൽ 1/5. ഇൻ കുന്തും ആമന്തും ബില്ലാ, നിങ്ങൾ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ വസ്തുത നിങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കണം. വമാ അൻസൽനാ അലാ അബ്ദിന, നമ്മുടെ അടിമയുടെ മേലിൽ നമ്മൾ അവതരിപ്പിച്ചതുകൊണ്ടും വിശ്വസിക്കുന്നവരാണെങ്കിൽ, എന്നവതരിപ്പിച്ചത് യൗമുൽ ഫുർഖാൻ, സത്യാസത്യ വിവേചനം നടന്ന ദിനം, അതായത് യൗമുൽ തഖൽ ജംആൻ, 2 സംഘങ്ങൾ തമ്മിൽ മുഖാമുഖം ഏറ്റുമുട്ടിയ ദിനം, അഥവാ ബദർ ആണ് ഉദ്ദേശം. അന്ന് അല്ലാഹു തആല അവതരിപ്പിച്ച അവന്റെ ദൃഷ്ടാന്തങ്ങളും തെളിവുകളും നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇത് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കണം. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞു. വഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്ന, കുഴപ്പം ഇല്ലാതാകുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ആ മതത്തിന്റെ സ്പിരിറ്റിനും താൽപര്യത്തിനും വിരുദ്ധമായ ശിർക്ക് നിലനിൽക്കാത്ത കാലം വരെ അവരോട് പോരാടണം എന്നാണ് ഒരു അർത്ഥം. മറ്റൊരർത്ഥം, വിശ്വാസികളുടെ വിശ്വാസത്തിന് അള്ളുവെക്കാനും അത് തകർക്കാനും വേണ്ടി മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുന്ന പ്രവർത്തനം ശത്രുക്കളിൽ നിന്ന് ഇല്ലാതാകുന്നത് വരെ യുദ്ധം ചെയ്യണം. വയക്കൂനദ്ദീനു കുല്ലുഹു ലില്ലാഹ്, മതം മുഴുവനും അല്ലാഹുവിനാവുകയും ചെയ്യുന്നത് വരെ യുദ്ധം ചെയ്യണം.
അപ്പൊ ഇവിടെ ലോകത്തെ എല്ലായിടത്തും യുദ്ധം ഇങ്ങനെ നിരന്തരം കൊണ്ടു നടക്കണം എന്ന പ്രഖ്യാപനമല്ല ഇത്. മറിച്ച് ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ആ നാട്ടിന്റെ പോളിസി ആ ഭരണകൂടം നിശ്ചയിക്കും. അതേത് നാട്ടിലും അങ്ങനെ തന്നെയാണല്ലോ. ആ നാട്ടിലൊരു പോളിസി ഉണ്ടാവും. ആ പോളിസി നടപ്പാക്കണം. അത് ആ നാട്ടിൽ ജീവിക്കുന്നവർ അംഗീകരിക്കുകയും വേണം. വ്യവസ്ഥാപിതമായ ആ പോളിസി ഇസ്ലാമിക രാജ്യമാണെങ്കിൽ ആ രാജ്യത്തിന്റെ പോളിസി എന്തായിരിക്കും? ഇസ്ലാമിക താൽപര്യങ്ങൾ അംഗീകരിക്കണമെന്നായിരിക്കും. എന്നാൽ ഒന്നുകിൽ ആ താൽപര്യം അംഗീകരിച്ച് വിശ്വാസത്തിന്റെ രാജവീതിയിലേക്ക് കടന്നു വരിക, അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് വരാനൊന്നും ഞങ്ങൾ റെഡിയല്ല. അതേസമയത്ത് നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ പറയുന്നതനുസരിച്ച് അഥവാ നിങ്ങളുടെ നിയമവ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിച്ചോളാം എന്ന വ്യവസ്ഥയിൽ ഒരു ടാക്സ് അടച്ചുകൊണ്ട് ജിസിയ എന്നാണ് അതിന് സാങ്കേതികമായി പറയുക, അത് കൊടുത്തുകൊണ്ട് താമസിക്കുക. ഇതാണ് അവിടെ പറയുന്നത്. ഈ ആയത്തൊക്കെ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാറുണ്ട്. എല്ലാരോടും എല്ലാ കാലത്തും മുസ്ലിങ്ങളായില്ലെങ്കിൽ ഒക്കെ യുദ്ധം ചെയ്യണമെന്നാണ് ഇസ്ലാം പറയുന്നത് എന്നൊക്കെ നമ്മുടെ നാട്ടിൽ ചില ഇസ്ലാമിക വിരോധികൾ, പ്രത്യേകിച്ചും ഇസ്ലാമിന് നേരെ തീവ്രവാദ ആരോപണം കടുത്ത ഭാഷയിൽ ഉന്നയിക്കാൻ വേണ്ടി തത്വദീക്ഷയില്ലാതെ സംസാരിക്കുന്ന ആളുകൾ പറയാറുണ്ട്. അത് ഒരിക്കലും തന്നെ ശരിയല്ലെന്നും അനുഭവം തന്നെ അതിനെതിരാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനം തന്നെ കണ്ടാൽ പോരെ. ഇപ്പൊ നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്കം ഫതഹിന്റെ അന്ന് മക്ക കൂടി ഇസ്ലാമിക റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പൊ ഇസ്ലാമിക രാജ്യമായി അത് പ്രഖ്യാപിക്കപ്പെട്ടതിനു ശേഷം അവിടെ മുസ്ലിമീങ്ങളല്ലാത്ത ആൾക്കാരൊക്കെ കൊല്ലണം, യുദ്ധം ചെയ്യണമെന്നായിരുന്നുവെങ്കിൽ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിച്ചുകൊണ്ടുവന്ന ധാരാളം ആളുകളുണ്ടായിരുന്നല്ലോ. നബി തങ്ങളുടെ മുന്നിൽ വന്നുപെട്ട ധാരാളം മുശ്രിക്കുകൾ ഉണ്ടായിരുന്നല്ലോ. അതും ഏത് മുശ്രിക്കുകൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബത്തിനെയും അങ്ങേയറ്റം കണ്ണീര് കുടിപ്പിക്കാൻ ആകാവുന്ന പ്രവർത്തനങ്ങളെല്ലാം നടത്തിയ മുശ്രിക്കുകൾ. ആ മുശ്രിക്കുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? ഇദ്ഹബൂ ഫഅൻതും തുലഖാ, നിങ്ങൾ പൊയ്ക്കൊള്ളൂ, നിങ്ങൾ സ്വതന്ത്രരാണ് എന്നാ. അപ്പൊ ഈ പറഞ്ഞ ആയത്ത് റസൂലുള്ളാഹിക്ക് മനസ്സിലായിട്ടില്ലേ? അല്ലെ നബി തങ്ങൾ നടപ്പാക്കിയില്ലേ? അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒരു ഭരണകൂടത്തിന്റെ പോളിസിയെ വെല്ലുവിളിക്കും വിധത്തിലുള്ള പ്രവർത്തനം ഒരു രാജ്യത്തുണ്ടാകുന്നത് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ കാരണമാകും. അതുണ്ടാകാൻ പാടില്ല, ഒരർത്ഥം. മറ്റൊരർത്ഥം, ഏതു മതക്കാരനും അവന്റെ മതം അനുസരിച്ച് എവിടെയും ജീവിക്കട്ടെ. അതേസമയത്ത് മുസ്ലിമിനെ മുസ്ലിമായി ജീവിക്കാൻ അനുവദിക്കാത്തൊരവസ്ഥ ഉണ്ടായപ്പോ അതില്ലായ്മ ചെയ്യണം. കാരണം ഈ സൂക്തം പ്രധാനമായും അറേബ്യൻ ദ്വീപുമായി ബന്ധപ്പെട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നത് എന്നുകൂടി ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ച ഒരുപാട് സഹാബികൾ, ഉമയ്യത്ത് ഇബ്നു ഖലഫ് എന്ന് പറയുന്ന കടുത്ത ധിക്കാരിയായ മുശ്രിക്കിന്റെ കീഴിൽ അടിമയായി നിലകൊണ്ടിരുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു സത്യവിശ്വാസം പ്രഖ്യാപിച്ചു. അങ്ങനെ മുസ്ലിമാണെന്ന് അറിഞ്ഞപ്പോ ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉമയ്യത്ത് ഇബ്നു ഖലഫും കിങ്കരന്മാരും അങ്ങേയറ്റം കൊല്ലാക്കൊല ചെയ്തു. മുസ്ലിമായി ജീവിക്കാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനം നടത്തുകയാണ്. അങ്ങനെ ധാരാളം ആളുകൾ ആ രംഗത്ത് ശത്രുക്കളുടെ കൊലക്കത്തിക്കിരയായി മുസ്ലിമുകളിൽ പലരും. നോക്കൂ, യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം, സുമയ്യ ബീബി റളിയല്ലാഹു അൻഹ അവിടുത്തെ ഭാര്യ, അവർ ഇഞ്ചിഞ്ചായി കൊല ചെയ്യപ്പെട്ടു. മുഖ്യഭാഗത്തേക്ക് ചുട്ടുപഴുത്ത ഇരുമ്പിന്റെ ദണ്ട് കടത്തി അങ്ങനെ പോലും ഉപദ്രവിച്ചു. യാസിർ റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം മർദ്ദിക്കപ്പെട്ടു. മകൻ അമ്മാർ റളിയല്ലാഹു അൻഹു ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ആ കഷ്ടപ്പെടുത്തപ്പെട്ട, കയ്യേറ്റം ചെയ്യപ്പെട്ട ആ കുടുംബത്തെ നോക്കി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങേയറ്റത്തെ വേദനയോടെ പ്രയാസത്തോടെ പറഞ്ഞത് സബറൻ യാ ആല യാസിർ, യാസിറിന്റെ കുടുംബമേ നിങ്ങൾ ക്ഷമിച്ചോളൂ, അല്ലാഹു തആല നിങ്ങൾക്ക് പ്രതിഫലം തരുമെന്നാണ്. അപ്പൊ നോക്കൂ, ഇவ்விധത്തിൽ കഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ആ കഷ്ടപ്പെടുത്തുന്ന അവസ്ഥക്ക് അത് നിർത്തൽ ചെയ്യാൻ, അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ ഇസ്ലാമിക സംവിധാനത്തിന് കുറച്ച് ശക്തിയും ശേഷിയും ഒക്കെ വരുമ്പോ അത്തരം പ്രവർത്തനങ്ങളുമായി ഇപ്പോഴും നടക്കുന്ന ആളുകളെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നതും അവരെ കൈകാര്യം ചെയ്യുക എന്നതുമൊക്കെ സമാധാനം നിലനിൽക്കാൻ ആവശ്യമുള്ള സംഗതിയല്ലേ.
അതായത് സാമൂഹ്യദ്രോഹികളാണ് ഈ പറഞ്ഞ ആളുകൾ എന്നർത്ഥം. ഏത് മതത്തിന്റേതായിട്ടുള്ള കാഴ്ചപ്പാടനുസരിച്ച് ഏതു മതത്തിൽ വിശ്വസിക്കുന്നവനും അവന്റെ മതത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ജീവിക്കാൻ അവസരമുണ്ടാകണം. ആ അവസരമുണ്ടാകാത്തൊരു സാഹചര്യം ഒരിക്കലും തന്നെ ഇസ്ലാം അങ്ങനത്തെ ഒരു പോളിസിയെ മുന്നോട്ട് വെക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ, ബഹുമാനപ്പെട്ട ഖുർആൻ പറയണത് ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ നിർബന്ധിച്ച ആളെ ചേർക്കലില്ല എന്നല്ലേ. നമുക്കറിയാമല്ലോ മതത്തിന്റെ പോളിസി എന്താ, ഇസ്ലാം മതത്തിന്റെ പോളിസി. ഈ മതവിരോധികളും അതേപോലെ തന്നെ ഇസ്ലാമിനെതിരെ തീവ്രവാദം ആരോപിക്കുന്ന വിവരദോഷികളായിട്ടുള്ള ആളുകളൊക്കെ മനസ്സിലാക്കേണ്ട സംഗതി എന്താ, മതത്തിന്റെ പോളിസി എന്താ, ലാ ഇക്റാഹ ഫിദ്ദീൻ, ഈ മതത്തിൽ നിർബന്ധിച്ച ആളെ ചേർക്കലില്ല. കാരണം നിർബന്ധിച്ച് ചേർക്കുന്ന ഒരാൾക്ക് ഇസ്ലാമിലേക്കുള്ള എൻട്രി സാധ്യമല്ല. ഇസ്ലാമിലേക്കുള്ള എൻട്രി ലഭിക്കണമെങ്കിൽ എന്തു വേണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ആരാധിക്കപ്പെടാൻ അർഹൻ അള്ളാഹു മാത്രമാണെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ ദൂതരാണെന്നും മനസ്സിൽ ബോധ്യപ്പെട്ടത് പരസ്യമായി പ്രഖ്യാപിക്കണം. അതാ ഷഹാദത്ത് അഷ്ഹദുവിന്റെ അർത്ഥം. എനിക്ക് മനസ്സിലത് ബോധ്യപ്പെട്ടിരിക്കുന്നു, അത് ഞാൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നു. അപ്പൊ ഒരാൾ നിർബന്ധിച്ച് ഗൺ പോയിന്റിൽ നിർത്തിയിട്ട് ഒരാളെ കൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലിപ്പിച്ചാൽ എന്താ ഉണ്ടാവുക, പരമാവധി ഉണ്ടാവുക നാവുകൊണ്ട് അയാൾ ചൊല്ലും. പക്ഷെ മനസ്സിൽ അയാളത് അംഗീകരിച്ചു എന്നതിന് എന്താ രേഖ, ഒരു രേഖയുമില്ല. മനസ്സിൽ അംഗീകരിക്കാത്ത കാലത്തോളം ഒരു മനുഷ്യന് ഇസ്ലാമിലേക്കുള്ള എൻട്രി സാധ്യമല്ല. ഇതല്ലേ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അപ്പൊ പിന്നെ ഈ മതത്തിൽ എങ്ങനെയാ നിർബന്ധിച്ച ആളെ ചേർക്കൽ? അങ്ങനെ നിർബന്ധിച്ച ആളെ ചേർക്കണം, മുസ്ലിം അല്ലാത്തവരൊക്കെ കിട്ടിയോടത്ത് വെച്ച് കൊല്ലണം എന്നൊരു പോളിസിയാണ് ഇസ്ലാമിനുള്ളതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭരണം നടത്തിയ മദീനയിൽ മുസ്ലിമീങ്ങളല്ലാത്ത എത്ര ആളുകൾ താമസിച്ചിരുന്നു? ജൂതഗോത്രങ്ങൾ, 3 ജൂതഗോത്രങ്ങൾ അവിടെ താമസിച്ചിരുന്നില്ലേ? അവരുടേതായിട്ടുള്ള എല്ലാ നിയമങ്ങളും ലംഘിച്ചും അതേപോലെ തന്നെ വിശ്വാസവഞ്ചന കാണിച്ചപ്പോഴും അവരെ നാടുകടത്തുന്ന സമീപനമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചുള്ളൂ. അതങ്ങനെ തന്നെയല്ലേ, ഏത് രാജ്യം അങ്ങനെ തന്നെയല്ലേ ചെയ്യുക. ആ രാജ്യത്തിന് ഭീഷണിയാവും വിധത്തിൽ, ആ രാജ്യത്തിന്റെ സെക്യൂരിറ്റിക്ക് പ്രയാസമുണ്ടാക്കും വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നവരെ ഏതെങ്കിലും ഒരു രാജ്യം താലോലിക്കുമോ? അതിപ്പോ ഇസ്ലാമിക ഭരണകൂടം മാത്രമല്ല, ജനാധിപത്യ രാജ്യമായാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള രാജ്യങ്ങളായാലും എല്ലാ രാജ്യത്തിന്റെ അവസ്ഥ തന്നെയല്ലേ. രാജ്യത്തിന്റെ സുരക്ഷിതത്വം പ്രധാനം തന്നെയല്ലേ. അപ്പൊ ആ നിലക്കുള്ള സംഗതി അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. ഇപ്പൊ നമുക്കറിയില്ല എത്ര ചരിത്രമുണ്ട് അങ്ങനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയമം മുസ്ലിം അല്ലാത്ത ആളെ കണ്ട ഒന്നുകിൽ നീ മുസ്ലിം ആകുക, അല്ല ഇപ്പൊ കൊല്ലുന്നു പറയണം എന്നാണ് എന്ന് ഇസ്ലാമിന്റെ നിലപാട് അതാണെന്നും കൊണ്ട് മുസ്ലിമീങ്ങളല്ലാത്തവർക്ക് നേരെ കൊലക്കത്തിയുമായി നടക്കുകയാണെന്നും അങ്ങനെ പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ അല്പ അജ്ഞാനികളായിട്ടുള്ള ആളുകൾ എന്തുമാത്രം അക്രമമാണ് ചെയ്തു കൂട്ടുന്നത് എന്ന് അത്തരക്കാരാലോചിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് വഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്ന, അവരോട് നിങ്ങൾ കുഴപ്പമില്ലാതാകുന്നത് വരെ യുദ്ധം ചെയ്യണം. വയകൂനദ്ദീനു കുല്ലുഹു ലില്ലാഹ്, മതം മുഴുവനും അല്ലാഹുവിനാവുകയും ചെയ്യുന്നത് വരെ. അതിന് 2 വ്യാഖ്യാനമുണ്ട്. ഒന്നുകിൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ അവിശ്വാസം തന്നെ, ആ അവിശ്വാസം ഇല്ലാണ്ടാവുന്നവരെ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒന്നുകിൽ ആ അവിശ്വാസത്തിന്റെ പ്രശ്നം കാരണത്താൽ ഈ ഇസ്ലാമിക ഭരണകൂടത്തിന് ഭീഷണി ഉണ്ടാക്കുന്ന ശൈലി സ്വീകരിക്കാതിരിക്കാൻ. അതുകൊണ്ടാണ് ജിസിയ കൊടുത്ത് താമസിക്കാമെന്ന് ഖുർആനിൽ തന്നെ ഉണ്ടല്ലോ. ജിസിയ കൊടുത്ത് ടാക്സ് കൊടുത്തിട്ട് താമസിക്കാമെന്ന് ഖുർആനിൽ തന്നെ ഉണ്ടല്ലോ നിയമം. അപ്പൊ അത് ഖുർആനിൽ ആദ്യം പറഞ്ഞ ആയത്തിൽ മറന്നുപോയതൊന്നുമല്ല. അതുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ആയത്തിന്റെ തുണ്ടം, അത് ആയത്തുമല്ല, ആ ആയത്തിന് ഏതെങ്കിലും ഒരാൾ കൊടുക്കുന്ന അപൂർണമായ പരിഭാഷ മാത്രം വെച്ചിട്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ വരുന്ന സാധുക്കള് ദയവ് ചെയ്തൊന്ന് പഠിക്കാൻ തയ്യാറാവണമെന്ന് മാത്രമാണ് അത് സംബന്ധമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഫൈനിൻ തഹൗ, അവരാ പ്രവർത്തനത്തിൽ നിന്ന് വിരമിക്കുകയാണെങ്കിൽ, അഥവാ തെറ്റായ ശൈലികൾ ഒഴിവാക്കി നേരിന്റെ പക്ഷത്തേക്ക് അവർ വരികയാണെങ്കിൽ ഫൈനല്ലാഹ ബിമാ യഅമലൂന ബസീർ, നിശ്ചയം അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാണ്. അഥവാ അർഹമുർ-റഹീമായ അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുക തന്നെ ചെയ്യുമെന്നർത്ഥം. അതേസമയത്ത് വൈൻ തവല്ലൗ അനിൽ ഈമാൻ, വിശ്വാസത്തെ തൊട്ട് അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഫഅലമു, നിങ്ങൾ അറിയണം അന്നല്ലാഹ മൗലാക്കും, നിശ്ചയം നിങ്ങളുടെ സംരക്ഷകൻ അല്ലാഹുവാണ്, നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുത്തവൻ അല്ലാഹുവാണ്. നിഅമൽ മൗല,
ഏറ്റവും നല്ല സംരക്ഷകൻ അള്ളാഹു തന്നെയാകുന്നു. നിഅമൻ നസീർ, നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല സഹായിയും അള്ളാഹു ആകുന്നു. അതുകൊണ്ട് അവന്റെ താൽപര്യത്തിനും ഇഷ്ടത്തിനും അനുസരിച്ചുള്ള പ്രവർത്തനത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും പുറകോട്ട് പോകരുത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്നത്. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅലമു, നിങ്ങൾ അറിയണം, അന്നമാ ഗനിംതും മിൻ ഷൈഇൻ, നിങ്ങൾ വല്ല വസ്തുവും ഗനീമത്തെടുത്താൽ, സമരാർജിത സ്വത്ത് എന്നാണ് ഗനീമത്തിന്റെ അർത്ഥം. അങ്ങനെ ഗനീമത്തെടുത്താൽ ശത്രുവുമായുള്ള പോരാട്ടത്തിൽ ലഭിക്കുന്ന സമ്പത്ത്, അത് നേരെ എന്ത് ചെയ്തൂടാ, അത് യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് മാത്രമല്ല. ഇത് നമുക്കറിയാമല്ലോ, നേരത്തെ ഈ സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ യസ്അലൂനക അംഫാൽ ഖുലിൽ അംഫാലുല്ല എന്ന് തുടങ്ങിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചല്ലോ. ബദർ യുദ്ധം കഴിഞ്ഞപ്പോ ബദറിൽ പങ്കെടുത്ത ആളുകൾക്കൊക്കെ കൂടെ അതിന്റെ വിഹിതം കൊടുക്കണോ, അതല്ല പോരാട്ടത്തിൽ നേരിട്ട് നേർക്കുനേർ നിന്നവർക്ക് മാത്രമാണോ കൊടുക്കേണ്ടത് എന്നൊക്കെ ഒരു ചർച്ച ഉണ്ടായില്ലേ. അപ്പൊ അതിന്റെ വിശദീകരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഗനീമത്ത് സ്വത്തായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഫഅന്നലില്ലാഹി ഖുംസഹു വലിർ റസൂൽ, അതിന്റെ 5-1 അള്ളാഹുവിനും റസൂലിനുമുള്ളതാണ്. ഇവിടെ അള്ളാഹ്ക്ക് ഒരു 5-1 റസൂലിന് വേറെ 5-1 എന്നല്ല, മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് 5-1. അത് അള്ളാഹുവിനെ ചേർത്ത് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഒരു ബഹുമാനാർത്ഥം സൂചിപ്പിച്ചതാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഇനി ആ 5 വിഭാഗത്തെ പിന്നെ പറയുന്നുണ്ട്. ഇവിടെ ഇപ്പൊ അള്ളാഹുവിന്റെ വിഹിതം ഒന്ന് വേറെ കൂട്ടിയാൽ 6 വിഭാഗമാവും. അപ്പൊ 6 വിഭാഗമല്ല, 5 വിഭാഗമേ ഉള്ളൂ എന്നതാണ് ശരി. അപ്പൊ ഖുംസുൽ ഖുംസ്, 5-1 5-1 എന്ന രൂപത്തിൽ ഈ 5 കൂട്ടർക്ക് എന്ത് ചെയ്യണം, ആകെയുള്ള സ്വത്തിന്റെ 5-1 എടുത്തിട്ട് ആ 5-1 വീണ്ടും 5ആയി ഭാഗിച്ച് ഈ പറയുന്ന 5 കാറ്റഗറികൾക്ക് കൊടുക്കണം. അതിലൊന്നാർക്കാ, ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ, അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളോട് എങ്ങനെയാണോ കൽപ്പിക്കുന്നതെങ്കിൽ അതനുസരിച്ചാണ് ആ സ്വത്ത് കൈകാര്യം ചെയ്യേണ്ടത് എന്നർത്ഥം. വലിദിൽ ഖുർബ, നബി തങ്ങളുടെ കുടുംബക്കാർക്കുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് ഒരു പ്രത്യേക പരിഗണന അല്ലാഹു തആല നൽകിയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം ഒരു സാധാരണ കുടുംബമല്ല, വലിയ പവറുള്ള കുടുംബമാണത്, അങ്ങേയറ്റം ആദരണീയമായിട്ടുള്ള കുടുംബമാണത്. അപ്പൊ ആ കുടുംബത്തിനാണ് 5-1 ഒരു വിഹിതം എന്ന്. എന്താ കാരണം, ഇപ്പൊ നമുക്കറിയാമല്ലോ, സാധാരണഗതിയിൽ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലെ സാധുക്കൾക്ക് അവരെ ശാക്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള വലിയൊരു സഹായമാണ് നിർബന്ധിത ദാനമായ സക്കാത്തിലൂടെ ഉണ്ടാവുക. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞത് ലാ തഹില്ലു ലി മുഹമ്മദിൻ വലാ ലി ആലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾക്കോ തങ്ങളുടെ കുടുംബത്തിനോ സക്കാത്ത് അനുവദനീയമല്ല എന്നാണ്. അപ്പൊ പിന്നെ ആ കുടുംബത്തിലെ പ്രയാസപ്പെടുന്ന ആളുകൾക്കുള്ള ഒരു ആശ്വാസത്തിന്റെ സംവിധാനമാണ് ഈ സമരാർജിത സ്വത്തിൽ നിന്ന് ലഭിക്കുന്നതിന്റെ ഒരു വിഹിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനും റസൂലിനും വലിയ ഖുർബാൻ നബിതങ്ങളുടെ കുടുംബക്കാർക്കുമാണ്, വല്യത്താമ സാധുക്കൾക്കും അതേപോലത്തെ അനാഥകൾക്കും, വല്യത്താമ മസാക്കീനി സാധുക്കൾക്കും വബിനി സബീലി യാത്രക്കാർക്കുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 5 ഒരു സമരാർജിത സ്വത്തിന് 5ആയി ഭാഗിച്ച് അതിലെ ഒരു ഭാഗം വീണ്ടും 5ആയി ഭാഗിച്ച് ഇവർക്ക് കൊടുക്കണം. ബാക്കി 4 ഭാഗം യുദ്ധത്തിൽ സംബന്ധിച്ച പോരാളികൾക്കാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഈ ഒരു ഭാഗവും കൂടെ ഞങ്ങൾക്ക് വേണമെന്ന് പോരാളികളായിട്ടുള്ള ആളുകൾ അവകാശവാദം ഉന്നയിക്കരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് ഇൻ കുൻതും ആമൻതും ബില്ലാഹ്, ഇവർക്കൊക്കെയാണ് ഈ വിഹിതം എന്ന് പറഞ്ഞത്. ഇൻ കുൻതും ആമൻതും ബില്ലാഹ്, നിങ്ങൾ നടപ്പാക്കണം, നിങ്ങൾ അല്ലാഹുവിനെ കൊണ്ടും വിശ്വസിക്കുന്നവരാണെങ്കിൽ. വമാ അൻസൽനാ അലാ അബ്ദിനാ യൗമൽ ഫുർഖാൻ, സത്യാസത്യ വിവേചനത്തിന്റെ ദിനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമയുടെ മേലിൽ അവതരിപ്പിച്ചതുകൊണ്ടും നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ. യൗമൽ തഖൽ ജംആൻ, അതായത് 2 സംഘങ്ങൾ മുസ്ലിമീങ്ങളും അവിശ്വാസികളും ഏറ്റുമുട്ടിയ ദിവസം, അന്നത്തെ സംഭവം, അന്ന് അല്ലാഹു അവതരിപ്പിച്ചത് നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ. അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഇറക്കി, അല്ലെ, മലക്കുകളെ ഇറക്കി 5000 മലക്കുകളെ എന്നാണ് ആ വിഷയത്തിൽ ഖുർആൻ ആത്യന്തികമായി പറയുന്നത്. അപ്പൊ 5000 മലക്കുകളെ ഇറക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപടി മണ്ണ് വാരി എറിഞ്ഞപ്പോൾ ആ ശത്രുക്കളുടെ കണ്ണിൽ പതിയുകയും മുസ്ലിമീങ്ങളെക്കാൾ 3 ഇരട്ടി ഉണ്ടായിട്ടും അവർക്ക് തോറ്റോടേണ്ട ഗതികേടുണ്ടാവുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ
അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾക്ക് വേറെയും ഒരുപാട് സഹായങ്ങൾ അല്ലാഹു തആല ചെയ്തു കൊടുത്തത്. അതൊക്കെയാണ് അടിമയുടെ മേലിൽ സത്യാസത്യ വിവേചനത്തിന്റെ ദിനത്തിൽ രണ്ടു സംഘങ്ങൾ ഏറ്റുമുട്ടി അന്ന് അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞത്. അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, കാരണം ബദർ യുദ്ധമായിട്ട് ബന്ധപ്പെട്ടാണ് വാസ്തവത്തിൽ ഈ ഗനീമത്ത് എന്തു ചെയ്യണം എന്ന ചർച്ച തന്നെ വരുന്നത്. അതുകൊണ്ടാണ് അതിലേക്ക് അത് ചേർത്ത് പറഞ്ഞത്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു തആല എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു എന്ന് ഖുർആൻ പറഞ്ഞു. അർഹമുർ റഹീമായ അല്ലാഹു നമ്മെ എല്ലാവരെയും നല്ലത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.